ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 26. യദോ യദോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തദോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. ഏതേതു കാരണങ്ങളാലാണോ ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് നിർഗമിക്കുന്നത്, പുറമേക്ക് ഭ്രമിച്ചോടുന്നത്, അതതു കാരണങ്ങളിൽ നിന്നും ഈ മനസ്സിനെ നിയമിച്ച് ആത്മവശത്തിലേക്ക് നയിച്ചാലും അപ്പൊ ഇവിടെ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ നിർദ്ദേശിച്ചതിനനുസരിച്ച് ധ്യാനം പരിശീലിക്കാൻ ഏർപ്പെടുന്ന ഒരു സാധകന് മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിച്ച് തന്നിൽ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നത്, അഥവാ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെയൊക്കെ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആത്മസ്വരൂപത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. കൂടുതൽ വിഷയങ്ങളിലേക്ക് പോവുക അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. 10 റൂം അടച്ചിട്ടുണ്ട്, ഒരു റൂം തുറക്കരുതെന്ന് പറഞ്ഞാൽ എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ചിന്തയായി. ഒന്ന് കാണരുതെന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ചിന്തയായി. ഒന്ന് കേൾക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള ചിന്തയായി. അരുത് എന്ന് പറഞ്ഞതിലേക്ക് പോവുക എന്നുള്ളത് ഈ മനസ്സിൻ്റെ പണിയാണ്. അപ്പം എന്ത് ചെയ്യണം? അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് താൻ തന്നിൽ തന്നെ ഇരുന്നിടോ, മറ്റു വിഷയങ്ങളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ തന്നിൽ ഇരിക്കുകയല്ല ചെയ്യുക, കൂടുതൽ വിഷയങ്ങളുടെ പിന്നാലെ പോവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അത് സാധകനിൽ നിരാശയെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ പറയാണ്, നിരാശയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിൻ്റെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ മതി. ഇനി അഥവാ മനസ്സ് കുറച്ചു നേരം ഏതെങ്കിലും ഒന്നിൽ ഇരുന്നു എന്ന് വിചാരിക്കുക, ഉറച്ചിരുന്നു വിചാരിക്കുക, അത് ഉറച്ചു നിൽക്കില്ല, അപ്പോഴേക്കും അത് ചാടാൻ പോകും. അടുത്ത ഒരു നിമിഷം അത് ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളത് ചിന്തിക്കാൻ പുറപ്പെടുമ്പോഴേക്കും അത് മറ്റൊരു വിഷയങ്ങളിലേക്ക് പോകും. ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്ചഞ്ചലമസ്ഥിരം, അത് ചഞ്ചലവും സ്ഥിരമായി നിലനിൽക്കാത്തതുമാണ്. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം എന്ന് ആദ്യം മനസ്സിലാക്കൂ. അപ്പം ധ്യാനിക്കാൻ പോകുന്ന ഒരാള് മനസ്സിൻ്റെ സ്വഭാവത്തെ ആദ്യം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇന്ദ്രിയങ്ങളെയൊക്കെ ഏതാണ്ട് സ്വാധീനത്തിലാക്കിയിട്ട് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും കൂടുതൽ വിഷയങ്ങളിലേക്ക് പോവുകൽ മാത്രമല്ല, മുമ്പ് വിഷയങ്ങളിൽ നിന്ന് അനുഭവിച്ച രുചി, അനുഭവങ്ങൾ, അത് നമ്മുടെ ഓർമ്മയിൽ തങ്ങിക്കിടക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ ഉള്ളിലെ രാഗദ്വേഷങ്ങളാവാം, ചിലപ്പോൾ വിഷയങ്ങളുടെ സാമീപ്യമാവാം, അതുമല്ലെങ്കിൽ തനിക്ക് ആത്മസാക്ഷാത്കാരം നേടണമെന്നുള്ള ഉത്കടമായ ആഗ്രഹമാകാം. ഇതൊക്കെ സാധകനെ വലിയ വേവലാതിയിലേക്ക്, സങ്കടത്തിലേക്ക് നയിക്കും. അപ്പൊ ധ്യാനവേളയിൽ മനസ്സ് പല വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടായാലും ശരി, സാധകന്മാർ, ധ്യാനിക്കാൻ ശ്രമിക്കുന്നവർ നിരാശയാവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് അലഞ്ഞു തിരിയുക എന്നുള്ളത് മനസ്സിൻ്റെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കി അതിനെ അവഗണിച്ചേക്കുക. ആ പോക്കിനെ അവഗണിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, നിരാശപ്പെടാതിരിക്കുക. അങ്ങനെ തൻ്റെ ഉത്തരവാദിത്വത്തെ, ജപധ്യാനങ്ങളെ അതിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുക. എവിടെ മനസ്സ് പോകുന്നുവോ അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരിക. സ്വയം തൻ്റെ മനസ്സിനോട് ചോദിക്കുക, എങ്ങോട്ടാണ് മനസ്സേ നീ പോകുന്നത്?
എന്താണ് അവിടെ ഉള്ളത്? ഇതുവരെ നിന്റെ മനസ്സ് നീ പോയിട്ട് നിനക്ക് എന്ത് ഗുണം ലഭിച്ചു? അതോ ദോഷമാണോ ഉണ്ടായത്? ഇങ്ങനെ വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോഴൊക്കെ അതിനെ വിചാരം കൊണ്ട് പിന്തിരിപ്പിച്ചു കൊണ്ടുവന്ന് ആത്മധ്യാനത്തിലേക്ക് വിനിയോഗിക്കുക. ഈ പ്രക്രിയ ബോധപൂർവം തുടർന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടെ നമ്മളോട് ആചാര്യൻ ഉപദേശിക്കുന്നത്. അങ്ങനെ ക്രമികമായ ധ്യാന സാധനകളിലൂടെ മനസ്സിനെ ആത്മസംസ്ഥമാക്കുന്നതാണ് ഈ യോഗവിധി. ഇത് കഠിനം തന്നെയാണ്. പലതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന വൃത്തികളെ സമ്പൂർണമായി നിയന്ത്രിക്കുക എന്നത് കഠിനമാണ്. അതിലും കഠിനമാണ് ആത്മസംസ്ഥമാക്കുക എന്നുള്ളത്. ആത്മസംസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് താൻ ആരാണ് എന്നുള്ള വിചിന്തനം, താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ആത്മാനുസന്ധാനത്തിൽ ഉറപ്പിക്കൽ. അങ്ങനെ ആത്മസംസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മനസ്സ് വിവിധ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശക്തിയോടുകൂടി ഓടുന്നത്. പോണ്ടാന്ന് പറഞ്ഞാൽ വീണ്ടും പോകും, അരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പം അങ്ങനെ സ്വതവേ തന്നെ ചഞ്ചലവും അസ്ഥിരവുമായ ആ മനസ്സിനെ നിരോധിച്ച് ആത്മസംസ്ഥമാക്കാനുള്ള ശ്രമം തുടരുക തന്നെ വേണം. ഒരിക്കലും നിരാശപ്പെടണ്ട എന്നാണ് പറഞ്ഞത്. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, ശബ്ദമായാലും സ്പർശമായാലും രൂപമായാലും രസമായാലും ഗന്ധമായാലും, ഇതൊക്കെയാണല്ലോ വിഷയങ്ങൾ. അതിൽ ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ അതിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ സാമീപ്യത്തെ കൊതിക്കുന്നുണ്ട്. മുമ്പത്തെ ഓർമ്മകൾ ചിത്തം വഴിക്ക് മനസ്സിൻ്റെ ചഞ്ചലതയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ആ മനസ്സിനെ ആത്മസംസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ പല വിഷയങ്ങളിൽ ആകർഷിക്കപ്പെട്ട് അത് വ്യതിചലിക്കുന്നുണ്ട്. ഇങ്ങനെ വിഷയങ്ങളെ സംബന്ധിച്ച ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഓറി വരുന്നുണ്ട്. അപ്പോഴൊക്കെ വിട്ടു നിന്ന് വിചാരം ചെയ്യാം. അതുകൊണ്ട് എന്ത് ലഭിച്ചു? എന്നെങ്കിലും തനിക്ക് ഈ വിഷയത്തിൽ നിന്ന് സമാധാനം ലഭിച്ചുവോ എന്ന ചിന്തനം ചെയ്യാം. അതോ അത് കൂടുതൽ ദുഃഖത്തിന് കാരണമായോ? എത്ര ലഭിച്ചാലും പോരാ പോരാ എന്നല്ലാതെ ഇന്ന് വരെ നാവ് പറഞ്ഞോ? ഏത് വിഷയങ്ങളായാലും ആ വിഷയങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന ദുഃഖം, അതേപോലെ തന്നെ ആ ആശ ഉള്ളിൽ നിന്ന് പോവാത്ത കാലത്തോളം അതിനോടുള്ള അഭിവാഞ്ച, അതൊക്കെ തനിക്ക് എപ്പോഴും സംഘർഷത്തിനും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നില്ലേ എന്ന് വിട്ടുനിന്ന് ചിന്തിക്കുക. ഇതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അങ്ങനെ ബോധപൂർവം തൻ്റെ അനുഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളുടെ നശ്വരതയെക്കുറിച്ച് ബോധവാന്മാരായി മനസ്സിൻ്റെ കളികളെ മാറി നിന്ന് വീക്ഷിക്കാൻ സാധിച്ചാൽ, മാറി നിന്ന് വീക്ഷിക്കണം. എന്തെന്മാനാമേ നീ വട്ടം കറങ്ങുന്നു, പോകരുതായോ നിൻ വീട്ടിലേക്ക് ഇപ്പോഴേ. ബന്ധുക്കളിൽ ഇവരാരും നിനക്കേതും ബന്ധാമിവരുമായി കൊള്ളുകില്ലെന്നുമേ. മൂലം മറന്നുള്ള പുത്തനാം ബന്ധങ്ങൾ വിഡ്ഢികളല്ലയോ കാക്ഷിപ്പതോർക്ക നീ. മനസ്സേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ പോയിട്ട് എന്താണ് ലഭിച്ചത്? അങ്ങനെ വിഷയാകാര പരിണാമത്തിലൂടെ സംസാര ബന്ധനത്തിന് കാരണമായിരിക്കുന്ന മനസ്സിനെ അഭയവും പരമവുമായിരിക്കുന്ന ആത്മാനുസന്ധാനത്തിലൂടെ തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ നിരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കണം. എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് അവിടുന്ന് ലഭിച്ചത്? ഇതുവരെയുള്ള അനുഭവം എന്തായിരുന്നു? മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എന്തായിരുന്നു? ഇതൊക്കെ ചിന്തിച്ചിട്ട് വിചാരം ചെയ്താൽ ആ ഭ്രമങ്ങളൊക്കെ നീങ്ങിപ്പോവും.
അല്പം വിചാരം ചെയ്യുമ്പോൾ തന്നെ വിഷയങ്ങളുടെ നിസ്സാരതയും നൈമിഷികതയും ദുഃഖ സ്വഭാവവും മനസ്സിലാവും. ഇങ്ങനെ ആധ്യാത്മ്യ നിരൂപണം കൊണ്ട് അവയിലുള്ള ആകർഷണ പാശത്തെ ഇല്ലാതാക്കാം. അങ്ങനെ വിഷയാശാ മഹാപാശത്തെ ആരാണോ അറുക്കുന്നത്, പാശം അതൊരു ബന്ധനമാണ്. കാരണം ഇനിയും ഇനിയും ഇനിയെന്ന് പറഞ്ഞൊരു ചൊറി പോലെ പോകുന്ന പോക്കാണത്. ഒരിക്കലും തൃപ്തി വരുന്നില്ല. തൃപ്തി ആത്മാവിൽ മാത്രമേ, ആത്മതൃപ്തശ്ച മാനവ, വിഷയങ്ങളിൽ ഒരിക്കലും തൃപ്തി വരുന്നില്ല. പക്ഷെ വീണ്ടും വീണ്ടും തൃപ്തിക്കായിക്കൊണ്ട് പരക്കം പായുക എന്നുള്ളതാണ് അതിൻ്റെ ദോഷം. അങ്ങനെ നിരന്തരമായ ആത്മാനുസന്ധാനത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചാലും അങ്ങനെ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, ജപധ്യാനങ്ങളുടേതായ മാർഗത്തിലൂടെ അങ്ങനെ തീർത്തും ശാന്തമായി വൃത്തി നിരോധം സംഭവിച്ച് തന്നിലടങ്ങിയിരിക്കുക, പുറത്തേക്ക് വിടാതെ, പുറത്തേക്ക് പോവാതെ തന്നിൽ തന്നെ സ്വസ്ഥതയെ കാണുക. ആ വാക്കന്നെയാണ് സ്വസ്ഥത എന്ന് പറയുമ്പോൾ തന്നിലിരിക്കുന്നവനാണ്. സ്വസ്മിൻ തിഷ്ഠതീതി സ്വസ്ഥൻ. നമ്മൾ പലപ്പോഴും ഈ വാക്ക് തെറ്റായാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മറ്റു പലതിലുമാണ് സ്വസ്ഥതയെ കണ്ടെത്തുന്നത്. അത് പരസ്ഥനാണ്. മറ്റേതെങ്കിലും വിഷയത്തിൽ നമ്മൾ സ്വസ്ഥത കണ്ടെത്തി കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ സ്വസ്ഥതയല്ല, പരസ്ഥതയാണ്. പക്ഷെ തിരിച്ചറിയുന്നത് അതിൻ്റെ വിയോഗത്തിലാണ്. ഇപ്പോൾ ഒരാൾ തൻ്റെ കൂടെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വസ്ഥനാണ്, തനിക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട് എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ അവിടെ ഭാര്യയോ ഭർത്താവോ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുട്ടിയാവട്ടെ, ആരോ ആവട്ടെ, വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയപ്പോൾ എന്തായി? ഇന്നെന്തേ സ്വസ്ഥത ഇല്ലാതായത്? അപ്പോൾ അയാൾ ഇതുവരെ സ്വസ്ഥൻ എന്ന് പറഞ്ഞിരുന്നത് പരമായതിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ വാസ്തവത്തിൽ പരമായതിലല്ല സ്ഥിതി ചെയ്യേണ്ടത്, തന്നിലാണ് ഇരിക്കേണ്ടത്. സ്വസ്ഥനാവുക എന്ന് പറഞ്ഞാൽ സ്വസ്മിൻ തിഷ്ഠതീതി സ്വസ്ഥൻ. തന്നിൽ സുഖത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ, തന്നിൻ്റെ ആനന്ദഭാവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തൊക്കെ വരട്ടെ പോകട്ടെ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അത് സ്വാഭാവികമായുള്ള ഒരു പ്രക്രിയയായിട്ടേ കാണാൻ പറ്റൂ. അത് തൻ്റെ ശരീരമായാലും ശരി, എല്ലാം ഒരു നിയതിയുടെ നിയമം അനുസരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. താൻ ഈ ചലിക്കുന്നതൊന്നുമല്ല, ഉണ്ടായി വളർന്ന് തളർന്ന് ഇല്ലാതാവുന്ന ഈ ശരീരമല്ല, താൻ ഈ ചഞ്ചലമായിരിക്കുന്ന മനസ്സല്ല. മനസ്സ് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണല്ലോ. താൻ ഇതൊന്നുമല്ല, താൻ താനാണ്, താൻ താനായിട്ടിരിക്കുന്നു. ആ തന്നിൽ തന്നെ താനായി അറിയുമ്പോൾ മാത്രമേ തനിക്ക് പൂർണ്ണ ആനന്ദ സ്വരൂപനാകാൻ സാധിക്കൂ. സ്വരൂപത്തിലാണ് ആനന്ദം എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതാണ് ധ്യാനയോഗത്തിൻ്റെ മഹത്വം. ഈ ധ്യാനയോഗത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ആളെ പിന്തിരിപ്പിക്കുന്ന ശക്തികളെ, അതിനെ വളരെയധികം പ്രയത്നിച്ചിട്ടും കാരണത്തെ കണ്ടെത്തി അതിനെ നിർമാർജനം ചെയ്യേണ്ടതാണ് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉപദേശിക്കുന്നത്.